ഇപ്പോഴും വെട്ടണത് എനിക്കുള്ളതല്ല അയാളാ നോക്ക് ചുണ്ടക്കാനിയോട് പോലീസുകാരൻ ആ ആ അദ്ദേഹത്തിന് ഒരാളത്തെ പണി കഴിഞ്ഞു. വാ ഇനി വയ്യ. അത് ശരി. അപ്പോൾ ഇലക്ഷൻ പ്രചരണമൊക്കെ ശക്തിപ്പെട്ട് തുടങ്ങി. വാ വാ എന്താണ് ഇവിടെ പാറശാല മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതാണ്? തന്നെ ജയിക്കും, എല്ലാ കാര്യം ജയിക്കില്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ തന്നെ നമുക്കറിയാം. എന്നാലും ജയിക്കും. ഓ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സി കെക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞാൻ മാത്രമല്ല, നമ്മളെ കുടുംബം പൂരാവേ. അത് ശരി. ഇതായിരിക്കുന്ന വീട് ഇളയ സഹോദരി, ആ ഇത് മൂത്ത സഹോദരി, ആ പിന്നെ ഞാൻ അപ്പുറത്ത് എൻ്റെ മരുമോൾ അവിടെ താമസിക്കുന്നു. ആ നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് ശരി. അപ്പോൾ അദ്ദേഹത്തിന് നോട്ട് ചെയ്യും. തീർച്ച അദ്ദേഹം ജയിക്കുകയും ചെയ്യും. അത് പോട്ടെ. ഇപ്പോൾ ഈ അപ്പം വീണ്ടും കേരളത്തിൽ പിണറായി സർക്കാർ തന്നെ വരുമോ? വരും. അല്ല, എന്തുകൊണ്ടാണ് വരണമെന്ന് നിങ്ങൾ പറയണേ? എന്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിന് കാരണം വേണ്ടേ? ചുമ്മാ വരണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് വീണ്ടും വരണമെന്ന് പറയുന്നു, അതല്ലേ? വരാൻ കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയിലിരുന്ന പെൻഷൻ 15 കൊല്ലത്തെ മുടക്കം തീർത്ത്. 15 കൊല്ലോ? 15 മാസത്തെ മുടക്കം തീർത്ത് എല്ലാവർക്കും കൊടുത്ത്. അല്ലെങ്കിൽ പിണറായി സർക്കാർ വന്നപ്പോൾ അതിനെ അങ്ങ് തള്ളിയിട്ട് പുതിയത് തുടങ്ങണമെന്ന് തൊട്ട് തുടങ്ങിയാൽ പോരെ. ഇതെല്ലാം കൊടുത്ത് ഇപ്പം വീട്ടമ്മമാർക്ക് 1000 രൂപ ഉണ്ട്. പിന്നീട് 600 രൂപ കിടന്ന പെൻഷനെ 2000 രൂപ വരെ കൊണ്ടുവന്നാക്കി. പിന്നെ ഇനി ഇതിൻ്റെ അപ്പുറത്ത് എന്തൊരു വേണം? നമുക്കിതൊക്കെ മതി, പൂരാ മതി. വേറെ എന്തെങ്കിലും അല്ല? ഈ സർക്കാർ വന്നപ്പോൾ വികസനങ്ങൾ പൂരാ ഉണ്ട്. എന്താണ്? തുമ്പിച്ചക്കടവ് റോഡ്, നമ്മുടെ ചുണ്ടക്കാനിമൂട് റോഡ്, ഇങ്ങനെ പല റോഡും എല്ലാ ഭംഗിയും ഉണ്ട്. പിന്നെ നമ്മുടെ മുമ്പറന്മാര്, അതായത് സ്ഥലങ്ങളുടെ മുമ്പറന്മാര് ഒക്കെ ഇരുന്നപ്പം ചെയ്യാത്ത റോഡുകൾ, ഇങ്ങനെ പാവപ്പെട്ട ഇട റോഡുകൾ ഒന്ന് ഇവിടെ 4-5 പൈസ തന്നിരിക്കുന്നു. അവർക്ക് പോകാൻ പാടില്ല. കാര്യം കൊടുക്കാതെ പുറംപോക്ക്. സർക്കാരിന്റെ കുഴപ്പമാണോ? ഇല്ല, സർക്കാരിന്റെ കുഴപ്പമല്ല. സർക്കാർ ഇത് നവകേരളത്തിൽ കൂടി 12 ലക്ഷം രൂപ ഇത് പാസ്സായതാണ്. പാസ്സായി അമ്പൂരി പഞ്ചായത്തിലെന്ന് സെക്രട്ടറിയും അവിടുത്തെ BIയുമായിട്ട് വന്ന് ഇത് 10 അടി വഴി അളന്നു പോയതാണ്. ഇപ്പോഴാ പൈസയെ കണ്ടില്ല. അനുവദിച്ചെന്ന് പറഞ്ഞ് വന്ന് അളന്നു പോയതാണ്. ഇപ്പം അവിടെ പഞ്ചായത്തിനകത്ത് കണ്ടില്ല. അപ്പം അത് ഈ താങ്കൾ അറിയാതെ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാനിങ്ങനെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യായിരുന്നു. പക്ഷേ ഞാനിത് റെക്കോർഡ് ചെയ്തു, ഷട്ടർ ഇട്ടിട്ടില്ല. പക്ഷേ ഞാനിത് ഈ ഫേസ്ബുക്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇടുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്ക് ഒരു വിരോധവും. ഇടാമല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ശരി.